ഇക്കഴിഞ്ഞ 13-ാം തീയതിയാണ് തലസ്ഥാന നഗരിയിൽ വീണ്ടും ഒരു സ്ത്രീ കൂടി അതിക്രമത്തിന് ഇരയായത്. അതിജീവനയ്ക്ക് സമൂഹത്തോട് ചിലത് പറയുവാനുണ്ട്. അവരുടെ വാക്കുകളിലേക്ക്. സമൂഹത്തിനോട് പറയാനുള്ളത്, എന്ത് സംഭവം നടന്നാലും അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രതികരിക്കുക. അവർക്ക് പേടിയെന്ന് വെച്ചാൽ പ്രതികരിച്ചാൽ ഇനി ഭാവിയിൽ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരുമോ, പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങേണ്ടി വരും, അങ്ങനെ ഒരു ഭീതിയും കൂടെ ഉള്ളതുകൊണ്ടാണ് ആരും പ്രതികരിക്കാത്തത്. സോ അപ്പോൾ അങ്ങനെയൊന്നും അല്ല, സമൂഹത്തിൽ എന്ത് അനീതി നടന്നാലും പ്രതികരിക്കണമെന്നും നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇരിക്കുന്ന ഈവൻ ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു ജഡ്ജായാലും ശരി, നമ്മുടെ ഹൈക്കോടതി അങ്ങനെ പോലെയുള്ളവർ ഒരു അവയർനെസ് കൊടുക്കുക. സോ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഉറപ്പ് കിട്ടുക. ഏതെങ്കിലും അനീതി കണ്ടാൽ എസ്പെഷ്യലി സ്ത്രീകളോട് ഇങ്ങനെ ക്രൂരത കാട്ടുന്ന ഒരു സംഭവം നിങ്ങളുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങൾ ഉടൻ പ്രതികരിക്കണം. അറ്റ്ലീസ്റ്റ് തൊട്ടടുത്ത സ്റ്റേഷനെ അറിയിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഹിൻഡ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാനുള്ള നിങ്ങളൊരു മനുഷ്യത്വപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിക്കണമെന്ന് ഉന്നത അധികാരികളും കൂടെ ഒരു അവയർനെസ്സായിട്ട് പബ്ലിക് ഇതുണ്ടല്ലോ, നമുക്ക് മീഡിയ വഴി അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലുള്ള നോട്ടീസുകൾ വഴി ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടതാണ് ഏറ്റവും വലിയ അത്യാവശ്യമായിട്ടുള്ള കാരണം. സമൂഹം കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്ത് ആ സ്പോട്ടിൽ അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സമൂഹത്തിൽ നിന്ന് വളരെ വിഷമിപ്പിക്കുന്ന രീതിയിൽ വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സമീപനമാണ് ഉണ്ടായത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ 2 ദൃക്സാക്ഷികളുണ്ടായിരുന്നു. എന്നിട്ട് അവർ സമയത്തിന് പ്രതികരിക്കുകയോ പിന്നെ പോലീസ് വന്ന് ചോദിച്ചപ്പോഴും കണ്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് ഇതാണ് പേടി. കാരണം കണ്ടാൽ പിന്നെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരുമോ അല്ലെങ്കിൽ കോടതിയിൽ കയറി ഇറങ്ങി അങ്ങനെയൊക്കെ. അങ്ങനെയല്ല, നിങ്ങൾ കാരണം വേറൊരു സ്ത്രീയെ നിങ്ങൾ സഹായിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരിക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ഒക്കെ ഇത് സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചാലും മറ്റുള്ളൊരു പ്രതി വെച്ച് നിങ്ങൾക്ക് സഹിക്കും. ഇതുപോലെ ഒരു സഹായം ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് സഹിക്കും. അപ്പം നിങ്ങൾക്ക് ആ സ്ത്രീക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ കണ്ട കാര്യം പറയുകയോ, ആ കുറ്റവാളി ഇട്ടിരുന്ന ഡ്രസ്സോ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു കളറോ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് അവർക്ക് സഹായിക്കാമായിരുന്നു. അതാണ് സമൂഹം ചെയ്യേണ്ടത്. പരാതിപ്പെടുന്ന സമയത്തിന് എനിക്ക് സഹായം ലഭിച്ചില്ല. കേരളം പെട്ടെന്ന് വിട്ടുപോകണമെന്ന് തന്നെയാണ്. കാരണം നമ്മൾ ജനിച്ച നാട്ടിൽ ഇങ്ങനൊരു അറ്റാക്ക് ആർക്കായാലും പെട്ടെന്നുണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകും. പിന്നെ ഇതിന് എതിരെ പോരാടണമെന്നുണ്ട്. കാരണം ഞാനൊരു സ്ത്രീയാണ്. നാളെയും ഇവിടെ ഒരുപാട് പെൺകുട്ടികൾക്ക് രാത്രി അല്ലെങ്കിൽ അത്യാവശ്യങ്ങളിൽ പുറത്തിറങ്ങി നടക്കേണ്ടതാണ്. അപ്പം എന്നെപ്പോലുള്ളവർ ഇതിനെതിരെ ഫൈറ്റ് ചെയ്താൽ അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുള്ളൂ. ഇത് സംഭവങ്ങൾ വീണ്ടും ഉണ്ടാവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക്. അവരും എന്തെങ്കിലും ഇതുപോലെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റിയാക്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു അറ്റാക്കായിരുന്നു. അയാൾ പെട്ടെന്ന് തന്നെ കണ്ടിട്ട് എൻ്റെ പിറകെ വന്നതാണ്. എന്തെങ്കിലും ഉപദ്രവിക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് വന്നത്. ഒറ്റയ്ക്ക് രാത്രി സഞ്ചരിക്കുന്ന ഒരു സ്ത്രീ, പരിസരത്തും ആരുമില്ല, വന്ന് എന്തെങ്കിലും ഉപദ്രവിക്കാം എന്നുദ്ദേശത്തോട് മാത്രം വന്ന് ഉപദ്രവിച്ചതാണ്. പ്രതിരോധിച്ചു. കാരണം ഇയാൾ എന്നെ ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് ഇങ്ങനെ വണ്ടിയെടുത്ത് പോകാൻ സമയത്ത് ഞാൻ പിറകെ കൂടെ ഒരു കല്ലെടുത്തിട്ട് അയാളുടെ കുറുക്കിലെങ്കിലും ഒരു ഇടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും എന്നെ ഉപദ്രവിച്ച് അങ്ങനെ ഇപ്പോൾ സൂചിച്ച് അങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു കല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്പം തന്നെ എടുത്ത ഒരു ഇടി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഈ പരിസരത്ത് അന്ന് ആ സെക്കൻഡിൽ അന്വേഷിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കുറുക്കിൻ്റെ ഭാഗത്ത് പാടുള്ള ആരെങ്കിലും കണ്ടുപിടിക്കാം, അങ്ങനെ കുറ്റവാളിയെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ ഹോസ്റ്റലിലെ പെമ്പിളടുത്ത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വളരെ മോശമായപ്പോൾ ഇങ്ങനെ ബിഹേവ് ചെയ്തത്, എന്നെ ഇത്രയും ചെയ്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നില്ലേ? അപ്പോൾ ചേച്ചി അത് എനിക്ക് പേടിയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ എന്ന് ചോദിച്ചു. ഇയാൾക്ക് പേടിയാണെന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇയാൾ ഒറ്റയ്ക്ക് വന്നിരുന്നെങ്കിൽ ഞാനത് സമ്മതിച്ചു. നിങ്ങൾ 6 പേരുണ്ടായിരുന്നില്ലേ? അപ്പോൾ എന്തെങ്കിലും ഉറക്കം നിലവിളിക്കുകയോ അല്ലെങ്കിൽ കതക് തുറന്നു വന്ന് അയാളെ പേടിപ്പിക്കുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അയാൾ ഓടി രക്ഷപ്പെടുമായിരുന്നു. ആദ്യത്തെ 2-3 ദിവസം എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വേദന, കഴുത്തിൽ ഇവിടെ അയാളെ നഖത്തിൻ്റെ പാടുണ്ടായിരുന്നു. പിന്നെ കൈ പിടിച്ച് തിരിച്ചതിൻ്റെ തലയിടിച്ചാണ് മെയിനായിട്ട്. എൻ്റെ കുറച്ച് വേദനയും കണ്ണ് കാണാൻ ഒരു ഇതില്ലാതെ കണ്ണ് കലങ്ങിപ്പോയി. അതിൻ്റെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. കാരണം വൈകും തോറും അയാൾക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാക്സിമം എഫേർട്ട് അയാൾ എടുക്കും. സ്ത്രീകളെ ഉപദ്രവിച്ചാലും അവർക്ക് മാക്സിമം 1 മാസം അല്ലെങ്കിൽ 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തെ തടവോ അല്ലെങ്കിൽ അങ്ങനത്തെ ശിക്ഷ കഴിഞ്ഞാലും വീണ്ടും അവർ ഇറങ്ങിയിട്ട് ഇത് തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ശിക്ഷ ഉറപ്പാക്കുന്ന പല വലിയ രാജ്യങ്ങളിലുള്ളതുപോലുള്ള കടുത്ത ശിക്ഷാ നടപടികൾ എന്തെങ്കിലും ചെയ്താലേ ഇവരൊക്കെ ശരിയാവുള്ളൂ.